പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അബ്കറിനെ കുറിച്ച് പറയാനായിട്ട് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അബ്കർ തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ ചൂണ്ടലിലാണ് മൂപ്പര് വീട്. അപ്പോൾ അബ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഈ രംഗത്തേക്ക് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഉയർച്ച അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് നമുക്കൊന്ന് പറയാൻ പോണത്. അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹം ഈ ഫീൽഡിലേക്ക് വന്നത് എന്നൊക്കെ നമുക്കൊന്ന് അറിയാനിൽ നല്ല കാര്യമാണല്ലോ. ഇപ്പോൾ ബിഗ് ബോസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മത്സരാർത്ഥിയാണ്. ടോപ്പ് 5 ഒരാളൊരു മത്സരാർത്ഥിയാണ്. നല്ല ബുദ്ധിപരമായിട്ട് കളിക്കുന്നൊരു മത്സരാർത്ഥിയാണ്. അപ്പോൾ വളരെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ 1999 ചൂണ്ടലിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് ഒരു ചേച്ചിയുണ്ട്, അതുപോലെ ഒരു ചേട്ടനുണ്ട്. ഇത് മൂന്നാമത്തെ കുട്ടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിനോട് ഇതുപോലെ ഇൻസ്പിറേഷനായിട്ട് കലാഭവൻ മണിയുടെ പാട്ടിനോട് ഭയങ്കര ഇൻസ്പിറേഷനായിട്ട് കലാഭവൻ മണിയുടെ പാട്ടുകളാണ് മൂപ്പര് ആദ്യം മുതലേ പാടി 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 നടക്കുന്നത്. അങ്ങനെ ആ പാട്ട് പാടി അതുപോലെ തന്നെ പാട്ട് പഠിച്ചു, ശാസ്ത്രീയമായി കർണാടക സംഗീതം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മൂപ്പർക്ക് അതൊന്ന് ഒരു അരങ്ങേറ്റം നടത്തണം എന്നൊരു ആഗ്രഹം വന്നു. പക്ഷെ അരങ്ങേറ്റം നടത്താനായിട്ട് എന്തുണ്ടായി? അരങ്ങേറ്റം ആകെ കൊളായി. അരങ്ങേറ്റം നടത്താൻ പറ്റിയില്ല. ആ ഒരു വലിയ വിഷമം മൂപ്പർക്ക് മനസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അതും വെച്ച് നടക്കുമ്പോൾ മൂപ്പര് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം മൂപ്പര് സുഹൃത്തുക്കൾ ഒരുപാടുള്ളതാണ് ചൂണ്ടൽ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നാണ്. കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ശിവവിഗ്രഹം ഇരിക്കുന്നതാണോ. അപ്പോൾ മൂപ്പര് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടിൻ്റെ അരങ്ങേറ്റം നടത്താൻ പറ്റിയില്ല. ശിവൻ്റെ മുമ്പിൽ വെച്ചിട്ട് പാട്ട് പാടിയിട്ട് അരങ്ങേറ്റം നടത്താമെന്ന് വെച്ചു. അങ്ങനെ ആരും കാണാണ്ട് ഒളിച്ച് നിന്നിട്ട് അങ്ങനെ അരങ്ങേറ്റം നടത്തി. ആ പാട്ട് പാടി അരങ്ങേറ്റം നടത്തി. അതെന്തായാലും ഒരു 1.5 അരങ്ങേറ്റമായിരുന്നു ശിവൻ്റെ മുമ്പിൽ മൂപ്പര് നടത്തിയത്. അതിനുള്ള തെളിവാണല്ലോ ഇപ്പോൾ മൂപ്പര് ഇപ്പോൾ ഇവിടം വരെ വന്നിരിക്കുന്നത്. എല്ലാം ഭാഗ്യം മാത്രമേ മൂപ്പര് ജീവിതത്തിലുണ്ടായുള്ളൂ. അങ്ങനെ ശിവവിഗ്രഹത്തിൻ്റെ ഇടയിൽ അരങ്ങേറ്റം നടത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 25 സിനിമകളിൽ പാടി. 25 സിനിമകളിൽ പാടാനായിട്ട് മൈലാഞ്ചി എന്ന് പറഞ്ഞൊരു പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൈരളിയിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൽ മൂപ്പർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ കിട്ടി. ആ 5 ലക്ഷം രൂപ കിട്ടി. വേറൊരു ചാനലിലൊരു പരിപാടിയിൽ 3 പവൻ കിട്ടി. പിന്നെ ക്യാപിറ്റലായില്ലേ. പിന്നെ ഇപ്പോൾ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മൈലാഞ്ചിയിലത്തെ പാട്ട് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ മൂപ്പരെ സിനിമയിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. സുജാതയായിട്ട് നല്ല ബന്ധം വെച്ചിട്ട് ആ ബന്ധത്തിൻ്റെ മുകളിലാണ് മൂപ്പർക്ക് ഒരുപാട് സിനിമകളിൽ പാടാൻ കിട്ടിയത്. 100-200 സ്റ്റേജുകളിൽ മൂപ്പര് ഗംഭീര പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഇവിടെ റീജിയണൽ തിയേറ്ററിലൊക്കെ മൂപ്പര് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എട്ടിപ്പോകും നമ്മൾ. അത്രയും ഗംഭീര പാട്ടാണ്. എല്ലാം നാടൻ പാട്ടൊക്കെ മൂപ്പര് പാടി അതിൻ്റെ ചില സംഭവങ്ങൾ അതിൻ്റെ ചില വാക്കുകളും വരികളൊക്കെ മാറ്റി മൂപ്പരേതായുള്ള സ്റ്റൈലിലേക്ക് മാറ്റും. അപ്പോൾ അതൊരു പാട്ട് ഭയങ്കര ആസ്വാദനമായിരിക്കും. അങ്ങനെ ഭയങ്കര കഴിവാണ് പാട്ട് എഴുതാനും പാട്ട് പാടാനും ആൾക്കാരെ കയ്യിലെടുക്കാനും. അത്രയും വലിയ സ്റ്റേജ് ഷോകളൊക്കെ മൂപ്പര് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 10-25 പടങ്ങളിൽ മൂപ്പര് പാടി. അതും പോരാഞ്ഞിട്ട് മൂപ്പർക്ക് ഇതുപോലെ തന്നെ വേറൊരു വലിയൊരു സിനിമയിൽ മൂപ്പർക്ക് ഒരു ചാൻസ് കിട്ടി. ആ ചാൻസ് പാടാനായിട്ട് മൂപ്പര് ചെന്നൈയിലേക്ക് പോവാം. ചെന്നൈയിലേക്ക് ബസ്സിലാണ് പോയത്. പക്ഷേ എന്ത് ചെയ്യാം, ബസ് കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല. അവർ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു 20 മിനിറ്റ് വൈകിട്ട് മൂപ്പര് അവിടെ എത്തിയത് മാത്രമല്ല വലിയൊരു സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് അവരെ വെയിറ്റ് ചെയ്യിച്ചു ഇങ്ങേര്. ഇതൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഒരു 2 ദിവസമൊക്കെ മുമ്പൊക്കെ ചെന്നൈയിൽ പോയി അവിടെ കിടക്കണ്ടേ. ഇതൊക്കെ കാലത്ത് അവിടെ നിന്ന് കുളിച്ച് പൊറി തൊട്ടങ്ങോട്ട് ചെല്ലണം. അല്ലാണ്ട് ഈ നേരത്തേക്കാണ് ഓടി ചെല്ലണത്. അപ്പോൾ നമ്മൾ ഈ പാട്ടിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി, ഇയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധി തോന്നാഞ്ഞേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അപശവനാണ്. അങ്ങനെ സിനിമാക്കാർക്ക് ഒരുപാട് ഇങ്ങനെ ഈ ശകനത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇവൻ്റെ കോലം കാടും മറ്റുള്ള കാര്യങ്ങൾ സമയവും വൈകി ഇതെല്ലാം കണ്ടോടുകൂടി അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ അവനെ പാടിച്ചു. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഇമ്പ്രഷത്തിൽ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെന്ന് ഹാജരായി ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇത് സ്റ്റുഡിയോ തുറന്നു, എല്ലാ ജോലിക്കാരും വന്നു, ഇൻസ്ട്രുമെൻസും വന്നു, സംഗീത സംവിധായകനും വന്നു, ഗായകൻ മാത്രം എത്തിയില്ല. ഗായകൻ ഇവിടുന്ന് യാത്രയിലാണ്. അപ്പോൾ അതൊക്കെ മണ്ടത്തരാണ്. അതൊക്കെ കഷ്ടകാലം എന്നല്ലാണ്ട് വേറെ എന്ത് പറയാം. സുജാത റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടിയുള്ള ഒരു ചാൻസാണ്. വലിയ പടമാണ്. പക്ഷേ ആ പടത്തിൽ പാടാനുള്ള യോഗം ആ വലിയ നമ്മുടെ മ്യൂസിക് ഡയറക്ടറെ കീഴിൽ പാടാനുള്ള യോഗം അവന് കിട്ടിയില്ല. പാടി ചെന്നവർ പാടിച്ചു. പക്ഷേ പ്രൊഡ്യൂസർക്ക് ഇഷ്ടമായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മ്യൂസിക് ചെയ്യുന്ന സംവിധായകനും ഇഷ്ടപ്പെട്ടില്ല. പല കുറി പാടി. അവർക്ക് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് കഴുത്ത് പിടിച്ച് പുറത്താക്കി. അപ്പോൾ അവൻ നേരിട്ട് ഇങ്ങോട്ട് പോരാന്ന് വെച്ചാൽ ആകെ ഡെസ്പായില്ലേ. ആകെ നാണക്കേടുമായി, നഷ്ടമായി. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പടം നഷ്ടമായി. ഒരുപാട് മാനസിക വിഷമങ്ങളുണ്ടാവില്ല നമുക്ക്. അപ്പോൾ സുജാതനെ വിളിച്ചിട്ട് പറഞ്ഞു,
ചേച്ചി ഞാൻ പോവാൻ നാട്ടിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റിയേ? അപ്പോൾ ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു നീ പോകാൻ വരട്ടെ, നീ എൻ്റെ വീട്ടിലേക്ക് വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇല്ല ചേച്ചി ഞാൻ പോവാം, ഞാൻ പിന്നെ ഒരു ദിവസം വരുമ്പോൾ വരാം, നീ വാ, അത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നതല്ലേ, നീ വാ, ഞാൻ ഇവിടെ ഫ്രീയാണ്, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ സുജാത ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു എന്താ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ നീ വിഷമിക്കേണ്ട, ഇതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്, അത് നമുക്ക് അതിൻ്റെ ഭാഗ്യമില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ AR റഹ്മാനെ ഒന്ന് വിളിച്ചിട്ട് നമുക്കൊന്ന് അവരെ ഒന്ന് AR റഹ്മാനെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ ആകെ ഡസ്പാണ്, എൻ്റെ മെമ്മറിയിൽ ഇപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ അവിടെ ചെന്ന് എനിക്ക് പെർഫോം ചെയ്യാനും പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും വലിയ ഫെയിലിയറായപ്പോൾ നമ്മൾക്ക് ആകെ നാണക്കേടായി, സുജാത ചേച്ചിയുടെ മുമ്പിൽ നാണക്കേടായി, ഇത്രയും വലിയ സംഗീത സംവിധായകൻ്റെ മുമ്പിൽ നാണക്കേടായി, അവിടെ ഇരിക്കുന്ന ക്രൂവിൻ്റെ മുമ്പിൽ നാണക്കേടായി. അപ്പോൾ മനസ്സാകെ തകർന്നു. അപ്പോൾ എന്തുണ്ടായി, ഞാൻ നിൽക്കണില്ല, ഇനി അവിടെ നാളെ AR റഹ്മാനെ പോയി കണ്ടാലും എനിക്ക് വിജയിക്കുന്ന യാതൊരു ഉറപ്പുമില്ല, ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നിൽക്കാനായിട്ട് നിർബന്ധിച്ചിട്ട് പോലും മൂപ്പര് നിന്നില്ല, മൂപ്പര് വണ്ടി കയറി നേരിട്ട് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിലുള്ള ഒരു പെൺകുട്ടിയല്ല, ആ പ്രേമമായിട്ട് മൂപ്പര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മൂപ്പര് പ്രേമിച്ച കല്യാണം കഴിച്ചത്, നമുക്ക് ആ പ്രേമിച്ച് കല്യാണം കഴിച്ചതിൻ്റെ ചെറിയൊരു വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. പക്ഷെ നമ്മുടെ ഫങ്ഷൻ, അതായത് ഒരു 8 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കുട്ടി കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് അന്നാണ് കഴിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നിക്കാഹാണ്. നിക്കാഹ് കഴിഞ്ഞു, ഇന്നിപ്പം കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്ത എൻട്രിക്ക് വേണ്ടിയിട്ട് ഇത് സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ആളെന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ദിസ് ഈസ് ഡോക്ടർ ഷെരീൻ ഖാൻ. ഇദ്ദേഹം ലക്നൌവിലാണ് അവിടെ പഠിച്ചതും വളർന്നതൊക്കെ. മലയാളം അറിയാം, കുറച്ചറിയാം. അപ്പം ടെൽ യുവർസെൽഫ്. मलयालम ट्राई करो. Don't record all this. record करने के लिए लोग हैं. Yeah, fine. It's fine, yes. The same. Try करो. मलयालम എല്ലാവർക്കും. Okay, I'll say then you start. Okay. Mallyalam namaskaram. Yes, you can tell yourself like in English. എല്ലാവർക്കും നമസ്കാരം. Myself Dr. Shireen Khan, and of course now officially he's my husband, Akbar Khan. Alhamdulillah. And I don't know what to say, like I'm completely speechless. This is the best moment for us and we were waiting for a long time. Alhamdulillah. And yeah. Yeah, of course. It's love plus arrange. Love both. come arrange. ഒരു 3 വർഷത്തെ 3 years of love. Yeah. And Alhamdulillah, with all end up the with families, marriage. blessings, everyone. 3 കൊല്ലം അവർ പ്രേമിച്ച് നടന്നു, 3 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിച്ചു. അപ്പോൾ ആ പെൺകുട്ടിയും കൊണ്ട് തൃശ്ശൂർ വന്നു, ചൂണ്ടലിൽ അവർ താമസിക്കുന്നു, ഭംഗിയായി ജീവിക്കുന്നു. പക്ഷേ ഈ നമ്മുടെ അബ്കാറിൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞില്ല. അബ്കാറിൻ്റെ അച്ഛനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-15 കൊല്ലം ഗൾഫിലായിരുന്നു. ഗൾഫിലാന്ന് മാത്രമല്ല ഡ്രൈവറായിട്ട് ജോലി തുടങ്ങുന്നത്. അപ്പോൾ പല ആൾക്കാരെയും ചൂണ്ടലിൽ നിന്നും കേച്ചേരിയിൽ നിന്നൊക്കെ പല ആൾക്കാരും ഇതുപോലെ തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ കുടുംബങ്ങളൊക്കെ ഭദ്രമാക്കിയുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അബ്കാറിൻ്റെ അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അബ്കാറിൻ്റെ അച്ഛനൊരു ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ മരിച്ചു പോകേണ്ടതാണ്, അതിലേക്ക് ഗംഭീര ഗുരുതരമായുള്ള ഇതുപോലെ. പക്ഷേ നമ്മൾ ജീവിതത്തിൽ കുറേ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗ്യം കൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ മരിക്കേണ്ട അപകടത്തിൽ നമ്മൾ രക്ഷപ്പെടുക. അങ്ങനെ ആ അപകടത്തിൽ നിന്ന് മൂപ്പര അച്ഛൻ രക്ഷപ്പെട്ടു. 10-16 തുന്നൽ തലയിലിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ കണ്ണുമ കൊള്ളണത് പുരുവത്തമ്മ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മകനെക്കുറിച്ച് വലിയ അഭിമാനം ആൾക്ക്, മകൻ്റെ പേരിലാണ് ഇപ്പോൾ മൂപ്പര് അവിടെ അറിയപ്പെടുന്നത്. അതൊരു അച്ഛനായ ആൾക്കൊരു ആനന്ദമല്ലേ, ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതിനെല്ലാം ഇതിനെല്ലാം കാരണക്കാരൻ ഒരാളുണ്ട്. ആ ആൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ട ഒരാളാണ്, കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ പാട്ടും കൊണ്ട് രക്ഷപ്പെട്ടവർ ജീവിക്കുന്നവർ എത്ര ആൾക്കാരാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ പോലെ ഒരു കലാകാരൻ ഇന്ന് ഈ കലാഫീൽഡിൽ ഇനി വരുമെന്നുള്ള കാര്യം സംശയം. സകലകല വല്ലഭനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിയാണ് മൂപ്പര് ഇന്ന് ഈ നിലയിലെത്തിയത്, ബിഗ് ബോസിൽ വരെ എത്തിയത്. കണ്ട എത്രയും കഴിവുള്ള വ്യക്തികളായിട്ട് മാറി. അതാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആവുക എന്ന് പറയുന്നത്. അതിന് കലാഭവൻ മണീനെ ഒരുപാട് ആൾക്കാർ ഇൻസ്പിറേഷനായിട്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്.
അപ്പോൾ അദ്ദേഹം മരിച്ചു പോയാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും കൂടെയുണ്ട്. ഈ കലാകാരന്മാരുടെ കൂടെ, അദ്ദേഹത്തിനെ ഉപാസിക്കുന്നവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ആത്മാവുണ്ട്. അവരൊക്കെ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെയാണ് അപ്കറും. അപ്പോൾ നല്ലൊരു മത്സരാർത്ഥിയാണ് അദ്ദേഹം. നന്നായിരിക്കട്ടെ, നല്ല കുടുംബമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലൈഫ് സ്റ്റോറി നമുക്ക് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, നന്ദി.